ഞാനിന്ന് രണ്ട് പരാജയപ്പെട്ടവരുടെ കഥ പറയാൻ പോവുകയാണ്. എനിക്കറിയാം, ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ചാനലിൽ ഒരിക്കലും പരാജയപ്പെട്ടവരുടെ കഥ പറയാറില്ല. കാര്യം കുട്ടികൾ ഡീമോട്ടിവേറ്റ് ആയി പോകും, അങ്ങനെയൊക്കെ പേടിച്ചിട്ടായിരിക്കും ഇങ്ങനെയുള്ള കഥകളൊന്നും ആരും പറയാറില്ല. എപ്പോഴും ഇവിടെ സക്സസ് സ്റ്റോറീസിനെ കുറിച്ച് മാത്രമേ പറയാറുള്ളൂ. ഫസ്റ്റ് റാങ്ക് കിട്ടി, സെക്കൻഡ് റാങ്ക് കിട്ടി, ഞാൻ എങ്ങനെ ഈ റാങ്ക് അടിച്ചെടുത്തു, അതിനെക്കുറിച്ച് മാത്രമേ സംസാരിക്കാറുള്ളൂ. ചിലപ്പോൾ പരാജയപ്പെട്ടവരുടെ കഥ പറയുമ്പോൾ ഞാനങ്ങനെ യൂട്യൂബ് വീഡിയോസിൽ പോലും അങ്ങനെ കാണാറില്ല കേട്ടോ. ഒരു പരാജയപ്പെട്ട ഒരാളുടെ കഥ എനിക്ക് തോന്നുന്നു വ്യൂസ് കുറവായിരിക്കും, ആരും കാണത്തില്ല. എല്ലാവർക്കും ഇഷ്ടം വിജയിച്ചവരെ മാത്രമാണ്. ചിലപ്പോൾ ഈ വീഡിയോയ്ക്കും വളരെ വ്യൂസ് കുറവായിരിക്കും, എന്നാലും കുഴപ്പമില്ല. ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങൾ വിജയിച്ചവരുടെ കഥ മാത്രം കേട്ടാൽ പോരാ, കുറച്ച് പരാജയപ്പെട്ടവരുടെ കഥ കൂടെ കേൾക്കണം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് രണ്ട് പേരുടെ കഥയാണ്. ഇത് രണ്ട് പേരുടെ ജീവിതാനുഭവങ്ങളാണ്, എനിക്കറിയാമെന്നുള്ള രണ്ട് പേരുടെ ജീവിതാനുഭവങ്ങൾ. അപ്പോൾ വിജയിച്ചവരുടെ കഥ പറയാൻ അവർ തന്നെ വന്നിരുന്ന് കഥ പറയും. ഓക്കെ, നല്ലതാണ്. അവരുടെ അധ്വാനത്തിന്റെ എഫേർട്ടിന്റെ ഫലമായിട്ടാണ് അവർ വിജയിച്ചത്, ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. പക്ഷെ ഒരിക്കലും ഞാൻ എങ്ങനെ പരാജയപ്പെട്ടെന്ന് ഒരാൾ വന്ന് പറയത്തില്ല. അതുകൊണ്ട് ഞാൻ അവരുടെ എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും. രണ്ട് പേരുടെ ജീവിതാനുഭവങ്ങളാണ്. ഒന്ന്, ഒരു പയ്യനാണ്. അവൻ നന്നായിട്ട് പഠിച്ചു, +2 വരെ നന്നായിട്ട് പഠിച്ചു. ഡിഗ്രി കഴിഞ്ഞപ്പോൾ പുള്ളിക്കൊരു പ്രണയം ഉണ്ടായി. ആ പ്രണയം 2-3 വർഷം മുന്നോട്ട് പോയി. പെട്ടെന്ന് അവൻ ആ കുട്ടിയെ കല്യാണം കഴിക്കേണ്ടി വന്നു. കാര്യം ആ പെൺകുട്ടിക്ക് വീട്ടിൽ കല്യാണാലോചന വന്നു, മുന്നോട്ട് പോകാൻ പറ്റിയില്ല. പെട്ടെന്ന് തന്നെ കല്യാണം കഴിക്കേണ്ടി വന്നു. 24-ാമത്തെ വയസ്സിൽ അവരുടെ വിവാഹം കഴിഞ്ഞു. അപ്പോഴാണ് അവർ മനസ്സിലാക്കിയത്, ഇതുവരെ ഉണ്ടായിരുന്നൊന്നും അല്ല ജീവിതം. ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകണമെങ്കിൽ കാശ് വേണം. കാശിന് കാശുണ്ടെങ്കിൽ മാത്രമേ ജീവിതം മുമ്പോട്ട് പോകത്തുള്ളൂ. അപ്പോൾ കാശുണ്ടാക്കാൻ ഒരു ജോലിക്ക് പോയേ പറ്റത്തുള്ളൂ. അവൻ ജോലിക്ക് പോയി തുടങ്ങി. ആദ്യം ഒരു ഷോപ്പിലാണ് ജോലിക്ക് പോയത്. ഓക്കെ, അവിടെ പുള്ളിക്ക് സെറ്റായില്ല. മറ്റൊരു സ്ഥലത്ത് ജോലിക്ക് പോയി, അവിടെയും സെറ്റായില്ല. മറ്റൊരു സ്ഥലത്ത് പോയി. അങ്ങനെ വളരെ പെട്ടെന്ന് 4, 5, 6 വർഷങ്ങൾ അങ്ങ് പോയി. ഏതാണ്ട് പുള്ളിക്കിപ്പോൾ 30-31 വയസ്സ് കഴിഞ്ഞു. അപ്പോഴാണ് അവന് മനസ്സിലായത്, ഇതൊന്നുമല്ല ലൈഫ്. ഉറപ്പായിട്ടും ജീവിതം മുമ്പോട്ട് പോകണമെങ്കിൽ കുറച്ചും കൂടെ നല്ല സാലറി വേണം. അപ്പം അതിനുവേണ്ടി ഒരു ഗവൺമെൻറ് ജോലി വേണം, സ്ഥിരമായുള്ള ഒരു ജോലി വേണം. ഇതുവരെ പുള്ളി 6 വർഷം കൊണ്ട് 4-5 സ്ഥലത്തും വർക്ക് ചെയ്തെങ്കിൽ ഇനി അങ്ങോട്ട് സ്ഥിരമായിട്ടുള്ളൊരു ജോലി വേണം. അങ്ങനെ ആ തീരുമാനത്തിൽ അവൻ ഗവൺമെൻറ് എക്സാം പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴും കുടുംബം മുമ്പോട്ട് പോയേ പറ്റത്തുള്ളൂ, അതിന് കാശ് വേണം. പുള്ളി ഈവനിങ് ബാച്ചിലൊക്കെ വന്ന് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. പക്ഷേ എല്ലാ ദിവസവും വരാൻ പറ്റിയില്ല, പ്രോപ്പറായിട്ട് പ്രിപ്പറേഷൻ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. ഫാമിലി ഒരു സ്ഥലത്ത് നിന്ന് അവനെ പതുക്കെ പുറകിലേക്ക് വലിച്ചു. മാത്രമല്ല, കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം, അച്ഛൻ്റെ ഉത്തരവാദിത്വം, അമ്മയുടെ ഉത്തരവാദിത്വം, ഭാര്യ, കുട്ടികൾ, അവരുടെയൊക്കെ സാമ്പത്തികമായിട്ട് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. അതൊക്കെ അവന് നിറവേറ്റിയേ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ജോലി, ഓവർ ടൈം, അങ്ങനെയൊക്കെ പറഞ്ഞ് അവൻ്റെ പ്രിപ്പറേഷനിൽ ഫോക്കസ് ചെയ്യാൻ പറ്റിയില്ല. ഒരു 31-ാമത്തെ വയസ്സിൽ അവൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ 36 വയസ്സ് കഴിഞ്ഞിട്ടും അവൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിയില്ല. കഴിഞ്ഞ വർഷം പുള്ളി പ്രിപ്പറേഷനൊക്കെ അവസാനിപ്പിച്ച് ഏജ് ഓവറായി. അതായത് 36 വയസ്സിന് ശേഷം മുമ്പ് എഴുതാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ ആ പ്രായമായി, ആ വയസ്സായി പുള്ളിയുടെ പ്രിപ്പറേഷൻ അവസാനിപ്പിച്ചു. ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. ജോലി കിട്ടണം, ആ ഗവൺമെൻറ് ഓഫീസിൽ പോകണം. പക്ഷേ ഒന്നും നടന്നില്ല. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അവൻ്റെ പ്രിപ്പറേഷൻ നിർത്തേണ്ട അന്ന് എന്നെ നേരിട്ട് വന്ന് കണ്ട് എന്നോട് കരഞ്ഞ ആ മുഖം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്, നന്നായിട്ടുണ്ട്. അതായത് പുള്ളി അന്ന് പറഞ്ഞതിൽ എനിക്ക് ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യം, സാർ, എനിക്ക് ആ ഏജ് ലിമിറ്റ് വരെ 36 വയസ്സ് വരെ എനിക്ക് എക്സാം എഴുതാമൊക്കെ. എൻ്റെ മനസ്സിൽ ഇങ്ങനെയായിരുന്നു, ഇനി സമയമുണ്ട്, ഇനി ഒരുപാട് സമയമുണ്ട്, മുമ്പോട്ട് പോകാനുണ്ട്. പക്ഷേ വളരെ പെട്ടെന്ന് ഞാൻ പോലും അറിയാതെ പ്രായമായി, വയസ്സായി. എനിക്കിനി വേറെ ഒന്നും ചെയ്യാനില്ല. ഒരു പുതിയ നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല, എല്ലാം കഴിഞ്ഞു. ഞാനിപ്പോൾ ആലോചിക്കുന്നത് എങ്ങനെയാണ്, എനിക്ക് ഒരു ചാൻസും കൂടെ കിട്ടിയിരുന്നെങ്കിൽ, ലൈഫിൽ ഒരു അവസരം കൂടെ കിട്ടിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ കളർഫുൾ ആക്കാമായിരുന്നു. എൻ്റെ കുറേ തെറ്റുകൾ എനിക്ക് തിരുത്താൻ പറ്റുമായിരുന്നു. എനിക്കൊന്ന് ഭയങ്കര വിഷമമായി. അത് അങ്ങനെ അങ്ങ് പോയി. അപ്പോൾ ഞാൻ ഈ പറയുന്ന ഒരു മോട്ടിവേഷൻ കഥയല്ല. ഇതിനകത്തൊരു ഹാപ്പി എൻഡിങ്ങോ അല്ലെങ്കിൽ അവനെ ജോലി കിട്ടിയ ഒരു അനുഭവം, അതൊന്നും അവന് പറയാനില്ല. ഒന്നുമില്ല, അങ്ങനെ ഒരു സാധനമില്ല. പുള്ളി അവിടെ പ്രിപ്പറേഷൻ അങ്ങ് അവസാനിപ്പിച്ചു. പുള്ളിയുടെ ലൈഫ് പുള്ളി ആഗ്രഹിച്ച ഒരു തലത്തിനുമല്ലാതെ ഇങ്ങനെ അങ്ങ് പോവുകയാണ്. അങ്ങനെ അങ്ങ് പോയി. ഇനി മറ്റൊരാൾ, ഒരു പെൺകുട്ടിയാണ്. ആ കുട്ടി കല്യാണം കഴിഞ്ഞു. പുള്ളി BAMS ഒക്കെ കഴിഞ്ഞ് ആയുർവേദ ഡോക്ടറാണ്. അപ്പോൾ പുള്ളിയെ കല്യാണം കഴിപ്പിച്ചു. പുള്ളിയുടെ 26-ാമത്തെ വയസ്സിൽ പുള്ളിയുടെ കല്യാണം കഴിപ്പിച്ചു. ഒരുപാട് സ്വത്തൊക്കെ ഉള്ളൊരു ഫാമിലി ആയിരുന്നു. അപ്പോൾ ഒരു 10-100 പവനൊക്കെ സ്ത്രീധനമായിട്ട് കൊടുത്തു. കല്യാണം കഴിഞ്ഞ് പോയ ഒരാൾ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, പുള്ളിയുടെ ഹസ്ബൻഡായിട്ട് വന്നു. അപ്പോൾ കല്യാണം കഴിഞ്ഞപ്പോൾ തന്നെ ആ കുടുംബത്തിൽ ഒരുപാട് ബാധ്യതകളുണ്ടായിരുന്നു.
അങ്ങനെ പുള്ളിയുടെ ഓർണമെൻറ്റ്സ് ഒക്കെ ഓരോന്നായിട്ട് വിറ്റ് ആ കുടുംബത്തിൻ്റെ കടം ബാക്കിയില്ല അങ്ങ് തീർത്തു, ബാധ്യതകൾ പതുക്കെ അങ്ങ് ഒഴിവാക്കി. അപ്പോൾ ഈ പുള്ളിയുടെ കയ്യിൽ നിലവിൽ കാശൊന്നുമില്ല, ജോലിയില്ല, വരുമാനമില്ല. ആ ഓർണമെൻറ്റ്സ് എല്ലാം തന്നെ വിറ്റു, അല്ലെങ്കിൽ ആ സ്വത്തെല്ലാം വിറ്റു. അതൊക്കെ ആ കുടുംബത്തിൻ്റെ കടങ്ങൾ തീർത്ത് അങ്ങ് മുമ്പോട്ട് പോയി. പിന്നീട് ഈ പെൺകുട്ടിയുടെ ഭർത്താവിൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ പുള്ളി ജോലിക്ക് പോകുമ്പോൾ, പുള്ളിയുടെ ഹസ്ബൻഡ് ജോലിക്ക് പോകുമ്പോൾ ഇവരെയൊക്കെ നോക്കേണ്ടത് ഈ പെൺകുട്ടിയുടെ ചുമതലയായിട്ട് മാറി. ആ കുട്ടി ഏറ്റവും നന്നായിട്ട് അവരെയൊക്കെ നന്നായിട്ട് നോക്കി. രാവിലെ എണീറ്റു, അവരുടെ കാര്യങ്ങളൊക്കെ മൊത്തം നോക്കി, ഹസ്ബൻഡിന് ഫുഡ് വെച്ച് കൊടുത്തു, ഹസ്ബൻഡിനെ ജോലിക്ക് പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞ് കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും നോക്കി. പിന്നീട് അവർക്കൊരു കുഞ്ഞുണ്ടായി, രണ്ടാമതൊരു കുഞ്ഞായി, 2 കുട്ടികളായി. അങ്ങനെ ലൈഫ് ഇങ്ങനെ മുമ്പോട്ട് പോകുന്നു. പക്ഷെ അവസ്ഥ എന്ന് പറഞ്ഞാൽ രാവിലെ എണീക്കുന്നു, ഇവരുടെ എല്ലാ കാര്യവും നോക്കുന്നു, വൈകുന്നേരമാകുന്നു, വീണ്ടും എണീക്കുന്നു, സെയിം സാധനം റിപ്പീറ്റ് ചെയ്ത് പോകും. പക്ഷേ ആ കുട്ടി ലൈഫ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയപ്പോൾ തൻ്റെ കയ്യിൽ 1 രൂപ പോലും കാശില്ല. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പുള്ളി വീട്ടിൽ നിൽക്കുമ്പോൾ ഒരു പിരിവിന് വന്നാൽ പോലും, ആരെങ്കിലും ഒരു ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഒരു അസോസിയേഷനൊക്കെ ഒരു പിരിവിന് വന്നാൽ പോലും ആ കുട്ടിയുടെ കയ്യിൽ കാശൊന്നുമില്ല. അപ്പോൾ ഹസ്ബൻഡിനെ വിളിച്ച് ചോദിച്ച് പുള്ളി GPayയിൽ ഇട്ട് തന്നു, അല്ലെങ്കിൽ അടുത്ത ആഴ്ച വരുമ്പോൾ തരാം, അങ്ങനെയൊക്കെ പറഞ്ഞ് മുമ്പോട്ട് പോകുന്ന അവസ്ഥയെ ആ കുട്ടി എന്നോട് പറഞ്ഞിങ്ങനെയാണ്, ഒരു ഭിക്ഷക്കാരൻ വന്ന് ഒരു കൈ നീട്ടിയാൽ പോലും എൻ്റെ കയ്യിൽ കൊടുക്കാനൊന്നുമില്ല. ആ വീട്ടിൽ എൻ്റെ തീരുമാനങ്ങൾക്കൊരു വിലയില്ല, ആരും എന്നോടൊന്നും ചോദിക്കാറില്ല. ബാക്കി ആരുടെയൊക്കെയോ ജീവിതം, ആരുടെയൊക്കെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ജീവിതം ഞാനിങ്ങനെ ജീവിക്കുന്നു. എന്നോട് കണ്ടു പറഞ്ഞപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത്. പുള്ളിയുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത്, സാർ ഞാനിപ്പോൾ ആ വീട്ടിലെ എൻ്റെ അവസ്ഥ ശമ്പളമില്ലാത്ത ജോലിക്കാരിയായിട്ട് മാറി. ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, പക്ഷേ സാലറി ഇല്ല, ശമ്പളമില്ലാത്തൊരു ജോലിക്കാരിയായിട്ട് മാറി. ബാക്കി അടുത്തുള്ള വീട്ടുകളിലെല്ലാം തന്നെ ഇത്രയും ജോലി ചെയ്ത് വരുന്ന ഒരാൾക്ക് 15,000 20,000 ഒക്കെ സാലറി കൊടുക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ആരോടെങ്കിലും പരാതി പറയാൻ പറ്റും, ആരോടെങ്കിലും പരിഭവം പറയാൻ പറ്റും. ഞാൻ ഇത്രയും പഠിച്ചതെല്ലാം വെറുതെയായി, ഇനി എൻ്റെ ലൈഫ് എങ്ങനെ മുമ്പോട്ട് പോകുമെന്ന് എനിക്കറിയത്തില്ല. ഞാനീ പറയുന്നത് ഒരു 2021 ഈ കാര്യങ്ങളൊക്കെ സംഭവിച്ചത്. ഈ കുട്ടി, ഞാനീ പറഞ്ഞ കുട്ടി ഇപ്പോൾ കഴിഞ്ഞ സെക്രട്ടറി അസിസ്റ്റൻ്റൊക്കെ ക്രാക്ക് ചെയ്ത് ഇപ്പോൾ സെക്രട്ടറി അസിസ്റ്റൻ്റായിട്ട് കയറി. അതായത് കഴിഞ്ഞ ലിസ്റ്റിലുള്ള കുട്ടിയാണ്, സെക്രട്ടറി അസിസ്റ്റൻ്റായിട്ട് കയറി ഇപ്പോൾ വർക്ക് ചെയ്യുന്നു, ലൈഫ് സെറ്റിലായി. ഓക്കെ, ലൈഫ് വിജയിച്ചു, ഉറപ്പായിട്ട് വിജയിച്ചു. പക്ഷേ ആദ്യം പറഞ്ഞ ആൾ ഇപ്പോൾ ഗവൺമെൻറ് ഏജ് ലിമിറ്റ് ഉയർത്തിയായിരുന്നു, അതായത് 40 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. പുള്ളി ഇപ്പോൾ ഒരു 10 ദിവസം മുമ്പ് പുള്ളിയുടെ പ്രിപ്പറേഷൻ വീണ്ടും ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തു. ആ വിലയെല്ലാം നന്നായിട്ട് മനസ്സിലാക്കി, ഒരു ജോലിയുടെ വിലയെല്ലാം നന്നായിട്ട് മനസ്സിലാക്കി. പുള്ളിയുടെ പ്രിപ്പറേഷൻ ഏറ്റവും നന്നായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞിങ്ങനെയാണ്, സാർ എനിക്ക് പണ്ട് വലിയ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ പ്രൈവറ്റ് സെക്ടറിലായാലും എന്തായാലും കുറേ കാശൊക്കെ സമ്പാദിക്കണം അങ്ങനെയൊക്കെ, പക്ഷെ ഒന്നും നടന്നിട്ടില്ല. പക്ഷേ ഇനി കുറച്ചു കാലം ഈ LDC പരീക്ഷ വരെ ജീവിക്കാനുള്ള കാശ് മാത്രം ഞാൻ സേവ് ചെയ്ത് ബാക്കി ഫുൾ സമയം എനിക്ക് പ്രിപ്പയർ ചെയ്യണം. എൻ്റെ തെറ്റുകൾ മൊത്തം എനിക്കറിയാം, എനിക്കതെല്ലാം തിരുത്തണം. സാർ എപ്പോഴും പറയുന്ന പോലെ, പുള്ളി എൻ്റെ ഒരു ഡയലോഗ് കോട്ട് ചെയ്ത് പറഞ്ഞിങ്ങനെയാണ്, സാർ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ ലൈഫിൽ മറ്റൊരാൾക്കും അത്ഭുതം കാണിക്കാൻ പറ്റത്തില്ല, എനിക്ക് മാത്രമേ പറ്റത്തുള്ളൂ, ഞാനത് ചെയ്യും. ഇങ്ങനെ 2 പേരുടെ ലൈഫുണ്ട്. എനിക്കറിയാം ഇത് കേൾക്കുന്ന ഒരുപാട് പേർക്ക് ഇത് കണക്ട് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിലും ഇതൊക്കെ ആയിരിക്കും സംഭവിച്ചേക്കുന്നത്. അപ്പോൾ മക്കളെ, നമ്മളൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങൾ വിജയിച്ചവരുടെ കഥ മാത്രം കേട്ടാൽ പോരെ. ഇതിലൊരാൾ വിജയിയാണ്, മറ്റൊരാൾ പരാജയപ്പെട്ടെന്ന് പറയാൻ പറ്റത്തില്ല, പൊരുതാൻ പോവുകയാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഈ ഘട്ടത്തിലൂടെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം കൊണ്ടുവരണമെങ്കിൽ അവിടെ നിങ്ങൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ. നിങ്ങളാണ് നിങ്ങളുടെ ലൈഫിലെ മജീഷ്യൻ. സോ ഉറച്ചൊരു തീരുമാനം എടുക്കാം, എന്നിട്ട് ബാക്കിയെല്ലാം മാറ്റിവെച്ച് ഫിക്സഡായ ഒരു സമയം, ഒരു ദിവസം 4 മണിക്കൂറാവാം, 4.5 മണിക്കൂറാവാം, 5 മണിക്കൂറാവാം, ചുരുങ്ങിയത് 4 മണിക്കൂറെങ്കിലും മാറ്റിവെച്ച് നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യും. ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഒരിക്കലും അത്ഭുതങ്ങളൊന്നും വരത്തില്ല, ഒരു വ്യത്യാസം ഉണ്ടാവത്തില്ല. പക്ഷേ പതുക്കെ ഗവൺമെൻറ് ജോലി നിങ്ങളെ തേടി അങ്ങെത്തും. ആദ്യം ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ നിങ്ങൾ പതുക്കെ അത് അഡാപ്റ്റ് ആവും. ഒരിക്കലും പണ്ട് ജാക്മ പറഞ്ഞ പോലെ, ഇന്ന് കഷ്ടപ്പാടാണ്, ബുദ്ധിമുട്ടാണ്, നാളെ അതിനേക്കാളും കൂടുതൽ കഷ്ടപ്പാടാണ്, പക്ഷേ മറ്റന്നാൾ ലൈഫിൽ വസന്തം വരും. പക്ഷേ ഭൂരിഭാഗം ആൾക്കാരും നാളെ വൈകുന്നേരം അവർ നിർത്തി അങ്ങ് പോകും, അവർ മരിച്ചു പോകും. മറ്റൊന്നത് വസന്തം കാണാൻ അവർ കാണത്തില്ല.
അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതും അത് തന്നെയാണ്. നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിർത്താൻ വേണ്ടി ഒരിക്കലും പ്രിപ്പയർ ചെയ്തു. ഒരുപാട് കുട്ടികൾ സ്റ്റാർട്ട് ചെയ്യുന്നു, നിർത്തുന്നു, വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നു, നിർത്തുന്നു. അവരൊക്കെ അങ്ങനെ അങ്ങ് പോകും, ആ ഫ്ലോയിൽ, ആ ലൂപ്പിൽ അങ്ങ് വിട്ടു. അപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു 6 മാസം, ചുരുങ്ങിയത് 6 മാസം ഇതിനു വേണ്ടി മാറ്റിവെച്ച്, ബാക്കി എല്ലാത്തിനും മാറ്റിവെച്ച് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. മക്കളെ, ഞാനാ പറയുന്നത്, ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ വരും. നിങ്ങളുടെ ലൈഫിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. നിങ്ങൾ ആ ഗവൺമെൻറ് നീല ടാഗ് നിങ്ങളുടെ കഴുത്തിലണിയും. ഇതെൻ്റെ വാക്കാണ്. ഇനി അങ്ങോട്ട് ഒത്തിരി നോട്ടിഫിക്കേഷൻസ് വരാൻ പോവുകയാണ്. LDC നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നു, ഹൈക്കോർട്ട് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നു, ഡയറി ഫാം അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നു. അതേപോലെ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിലെ 32,000-ഓളം വേക്കൻസി വരാൻ പോവുകയാണ്. SSC CGL നോട്ടിഫിക്കേഷൻ വന്നു, CHSL നോട്ടിഫിക്കേഷൻ വന്നു, അങ്ങനെ ഒരുപാട് നോട്ടിഫിക്കേഷൻ വന്നു. അപ്പോൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്തില്ല എങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ 2 പേരുടെ കഥ, അതിൽ അവസാനം പറഞ്ഞ പെൺകുട്ടിയുടെ ജോലി കിട്ടി, അത് ഒഴിച്ചാൽ ബാക്കിയെല്ലാം നിങ്ങളുടെ കഥയായിട്ട് മാറും. ആ കഥ നിങ്ങളുടേതാവണം. അതേപോലൊരു കഥ നിങ്ങളുടേതാവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എനിക്കറിയാം, ഒരിക്കലുമില്ല. സോ വർക്ക് ചെയ്തു. ചെറിയ ചെറിയ മാറ്റങ്ങളാണ്, കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ അത്ഭുതങ്ങൾ കൊണ്ടുവരുന്നത്. സോ ചെറിയ മാറ്റങ്ങളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, പതുക്കെ പതുക്കെ പഠിച്ചു തുടങ്ങുക, ഒരു ടോപ്പിക്ക് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക, നിർത്താതെ മുമ്പോട്ട് തുടരുക. അപ്പോൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തോ. ഫുൾ സപ്പോർട്ടുമായിട്ട് ഞങ്ങൾ സൂപ്പർ നോട്ട്സ് ടീം നിങ്ങളുടെ കൂടെയുണ്ട്. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ.